കാണുന്ന സാവിത്രിക്ക് അറിയാമല്ലോ. അത് വാള് കച്ചവടവുമായി ബന്ധപ്പെട്ട് നമുക്ക് തമ്മിൽ കൂടിക്കാഴ്ച നടത്താനുള്ള ഒരു തന്ത്രമായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ ബിസിനസ് ഡീലൊന്നും നടക്കില്ല. വാള് കച്ചവടം ഇരു ചെവി അറിയാതെ ഞാൻ നടത്തി തന്നില്ലേ? അതിന്റെ ഫണ്ട് പിറകെ വരും. എന്റെ അച്ഛനെ നിങ്ങൾ എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നത്? ജനാർദ്ദന്റെ കൈമണ്ണ്. അയാളെ നിങ്ങൾ ഇനി പ്രതീക്ഷിക്കണ്ട. മരിച്ചെന്ന് കരുതി എനിക്കിതൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ഇതൊക്കെ സാവിത്രിക്ക് വേണ്ടി ഞാൻ ചെയ്തതാ. നല്ല കേസോ മറ്റെങ്ങാനും വന്നാല് ആദ്യം ജയിലാകുന്നത് സാവിത്രി തന്നെ ആയിരിക്കും. ഓ, ഷൺമുഖം എന്നെ ചതിക്കായിരുന്നല്ലേ? ഞാനെന്ത് ചതിച്ചു? സാവിത്രിയുടെ കുടുംബത്തെയും കുടുംബക്കാരെയും ചതിക്കാൻ നോക്കി. അതിനൊരാളെ കൂട്ടുവേണമായിരുന്നു. അതിനാണ് എന്നെ കൂടെ ചേർത്തത്. അല്ലാതെ ഷൺമുഖൻ സാവിത്രിയുടെ അമ്മാവൻ മകനായിട്ടൊന്നുമല്ല. ഇതിനെല്ലാത്തിനും മുഖ്യ പങ്ക് സാവിത്രിക്ക് തന്നെ. വാള് വിൽപ്പന ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നു. ചതിച്ചത് നീയാ, നിന്റെ കുടുംബത്തെ, അവിടുത്തെ മനുഷ്യരെ. ഇനി വാള് വിൽപ്പന ഉൾപ്പെടെ പല കാര്യങ്ങളും സാവിത്രി മറ്റുള്ളവരോട് വിളിച്ചു പറയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വീണ്ടും പെടുന്നത് സാവിത്രി തന്നെയായിരിക്കും. ഷൺമുഖൻ ഊരി